ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോൻ്റെ ബാക്കി വിവരങ്ങൾ ശോഭ പറഞ്ഞോളൂ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സോപ്പ് പൊടി. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോരോ ആൾക്കാർ ഓരോരോ കമ്പനി ആയിരിക്കും. ഏരിയൽ, സർഫ് എക്സൽ, റിന്ന്, അങ്ങനെ പലതരം ഉണ്ട്. അപ്പോൾ എല്ലാവരും മേടിക്കുമ്പോൾ ഈ ഹാഫ് KGൻ്റെ ഇല്ലെങ്കിൽ 1 kgൻ്റെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹാഫ് KG ആണോ അത് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചെറിയ പാക്കറ്റ് മേടിക്കുകയാണെങ്കിലും ഇത് രണ്ടിൻ്റെയും കമ്പാരിസൺ നോക്കിയിട്ടുണ്ടാവും. ഏതാണ് ലാഭം എന്ന് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ നമുക്ക് ലാഭം തന്നെയല്ല എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ലാഭമുള്ളത്? അതായത് പാക്കാണോ, ഇല്ലെങ്കിൽ നമുക്ക് KGയിൽ മേടിക്കുന്ന ആ പാക്കാണോ ലാഭം, ഇല്ല നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റ് മേടിക്കില്ല അതാണോ ലാഭം? അങ്ങനെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഓൺലൈനിൽ നിന്നുള്ള 1/2 കിലോൻ്റെ സർഫ് എക്സലിൻ്റെ പാക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ 110 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും പിന്നെ ഞാനിപ്പോൾ കുറച്ച് സർഫ് എക്സലിൻ്റെ 10 രൂപേൻ്റെ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. അതിന് എത്രണ്ണം വെച്ചാൽ 10 എണ്ണം ഉണ്ട്. 10 സർഫ് എക്സലിൻ്റെ പാക്കുണ്ട്. ഇത് ഹാഫ് KGൻ്റെ 110 രൂപയാണ് സർഫ് എക്സലിൻ്റെ പാക്ക്. അപ്പോൾ ഇതിൻ്റെയും ഉള്ള കമ്പാരിസൺ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി ചെക്ക് ചെയ്തിട്ട് ലൈവായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എങ്ങനെയാണ് ഓരോന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ക്വാണ്ടിറ്റി ലൈവായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലൈവായി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് മെഷീൻ കൂടി ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കാല് പാത്രമാണ്. അതിൽ നമ്മൾ ഇതിൽ വെച്ചിട്ട് വെയിറ്റ് മെഷീൻ്റെ മുകളിൽ വെച്ച് 1 by 1 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ വെയിറ്റ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കാം. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് നമ്മളിതിനെ മൈനസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മൈനസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് 1 by 1 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ലാസ്റ്റ് 2 കൂടി ഉണ്ട്. അതും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ചെയ്യാം കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം അതിൽ കൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി അതിൻ്റെ വെയിറ്റും കൂടി നോക്കണ്ടേ. അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്ക്.
ഓക്കെ 756 ഗ്രാമാണ് അതിലുള്ളത്. അപ്പോൾ നമ്മൾ 10 പാക്കറ്റാണ് 100 രൂപയ്ക്ക് 10 പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് സർഫ് എക്സലിൻ്റെ. അപ്പോൾ അത് നമുക്ക് 756 ഗ്രാം കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിതാ 1/2 കിലോൻ്റെ മേടിക്കുമ്പോൾ 110 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. 110 രൂപേൻ്റെ നമുക്ക് 1/2 കിലോനെ കിട്ടുകയുള്ളൂ. ഇതേ നമ്മൾ 100 രൂപേൻ്റെ ഈ 10 രൂപേൻ്റെ പാക്കറ്റ് മേടിക്കുമ്പോൾ എത്ര കിട്ടി? 756 ഗ്രാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ എത്ര ഗ്രാം കൂടുതൽ കിട്ടിയിരിക്കുന്നത്? 256 ഗ്രാം നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഏതാണ് ഇതിൽ നമുക്ക് ഗുണം എന്ന് അറിയാൻ പറ്റിയില്ലേ? ഇപ്പോൾ ഇതാണോ നല്ലത് ഇതാണോ നല്ലത് നമുക്ക് ഏകദേശം ഇപ്പോൾ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ ഏതാണ് ലാഭം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പാക്കറ്റ് മേടിക്കണോ അതോ ചെറിയ പാക്കറ്റ് 10 രൂപേൻ്റെ വെച്ച് മേടിക്കണോ അതോ ഒറ്റ പാക്കറ്റ് മേടിക്കണോ? ഒറ്റ പാക്കറ്റ് മേടിച്ചപ്പോൾ 110 രൂപയാണ് വന്നത്. ഇതാകുമ്പോൾ 10 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് 10 പാക്കറ്റ്. അത് 100 രൂപ. മറ്റേത് 110 അതിൽ 10 രൂപ നമുക്ക് ലാഭവും കിട്ടി, 256 ഗ്രാം എക്സ്ട്രയും കിട്ടി. അപ്പോൾ നമുക്ക് ലാഭം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ചില്ലേ? അപ്പം നിങ്ങളും ഇതുപോലെ മേടിക്കുമ്പോൾ പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. അതായത് ചെറിയ പാക്കറ്റ് 10 രൂപേൻ്റെ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലാഭം കിട്ടും. അതേപോലെ ഇപ്പോൾ സാധാരണ ആൾക്കാർക്കൊക്കെ ഇത് തന്നെയാണ് ബെസ്റ്റ് ഐഡിയ. അപ്പോൾ ഇത് വലിയ പാക്കറ്റ് മേടിക്കാതെ മാക്സിമം ചെറിയ പാക്കറ്റ് മേടിക്കുക. അപ്പോൾ നമുക്ക് അതിനുള്ള ലാഭം കിട്ടുമല്ലോ. അതെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ പർച്ചേസും ചെയ്യുക അല്ലേ? അതെ, പർച്ചേസും ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.